അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലൊരു സ്വാഗതം ഉണ്ടാകും. അപ്പോൾ നമ്മളവനെ വീണ്ടും ഫില്ലിയുടെ പുറത്ത് കയറി റൈഡ് ചെയ്യാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലഞ്ചിങ്ങൊന്നും കൊടുക്കണില്ല. ലഞ്ചിങ്ങൊക്കെ നമ്മൾ ഫസ്റ്റ് വന്നപ്പോഴാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ലഞ്ചിങ്ങൊന്നും ഇല്ല. അപ്പോൾ നേരെ സാഡിൽ കെട്ടി കയറി ഇരുന്നിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യണം. ഇപ്പോൾ കയറി ഇരുന്ന് റൈഡ് ചെയ്ത് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. വിറ്റ് ഇപ്പോഴും സെറ്റായിട്ടില്ല, സെറ്റാവാനുണ്ട്. വിറ്റ് വലിക്കുമ്പോൾ കുതിര ഭയങ്കര സെൻസിറ്റീവാണ്. ഇപ്പോൾ കുറച്ച് വലിക്കുമ്പോൾ തലയൊക്കെ ഭയങ്കരമായിട്ട് പൊക്കും. അത് അത്ര സെൻസിറ്റീവാണ് കുതിര ഇപ്പോൾ. അപ്പോൾ ഒന്ന് പതുക്കെ സെറ്റാവാനുണ്ട്. സെറ്റായി കഴിഞ്ഞാൽ കുതിരയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ഇത്രയും പ്രഷർ വരില്ല കുതിരയ്ക്ക് കിട്ടാം. ഇപ്പോൾ കുറച്ച് പ്രഷർ വരുന്ന വെച്ചാൽ വലിക്കുമ്പോഴത്തേക്കും വായൊക്കെ തുറക്കും. കഴുത്തിൻ്റെ ആക്ഷനൊക്കെ നോക്കി നമുക്ക് മനസ്സിലാവും. ആ ബിറ്റിൽ ഒട്ടും കംഫർട്ടല്ല എന്ന് കുതിര. മീൻസ് അത് ഫസ്റ്റ് ടൈം അല്ലേ, ഇപ്പോൾ അധികമായിട്ടില്ല സാധനം ഇട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് എന്താ പറയുക ഡിസ്റ്റർബ് ഉണ്ടാവും അവർക്ക്. അത് നമ്മളിതിലിപ്പോൾ ക്യാൻഡർ, വാക്ക്, ത്രോട്ട്, ക്യാൻഡർ ഇതൊക്കെയാണ് ചെയ്യിപ്പിച്ച ആൾ കുഴപ്പമൊന്നുമില്ല, ആൾ ചെയ്യുന്നുണ്ട്. ക്യാൻഡർ, ലെഫ്റ്റ് ക്യാൻഡർ, റൈറ്റ് ക്യാൻഡർ എടുക്കാൻ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് പുള്ളിക്ക്. അതിന് ചെയ്ത് സെറ്റാക്കണം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാൻഡർ എടുത്ത് ഓടി വരുമ്പോൾ ഇടയ്ക്ക് ഞാൻ ത്രോട്ടാക്കും. അത് ലെഗ് റോങ് ക്യാൻഡർ എടുക്കുന്ന കാരണം കൊണ്ടാണ് ഞാൻ കുതിരനെ ത്രോട്ടാക്കണത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ. എന്നിട്ട് വീണ്ടും ഇടിപ്പിക്കുകയാണ്. കുതിരയ്ക്ക് മനസ്സിലാവണം ഇന്ന സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുതിര പെട്ടെന്ന് പഠിക്കും. അപ്പോൾ എനിക്ക് റൈറ്റ് ക്യാൻഡറാണ് വേണ്ടത്. റൈറ്റ് ക്യാൻഡറിനുള്ള ഇത് കൊടുക്കും. കുതിര ലെഫ്റ്റ് ക്യാൻഡർ എടുത്ത് കഴിഞ്ഞാൽ കുതിരനെ അപ്പം തന്നെ നമ്മൾ ത്രോട്ടാക്കിയിട്ട് വീണ്ടും ഇടിപ്പിക്കുമ്പോൾ വീണ്ടും റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാൻഡർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കുതിരനെ കണ്ടിന്യൂസ് ഓടിച്ചുകൊണ്ട് പോകും. അതല്ല റോങ്ങാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വീണ്ടും ത്രോട്ടാക്കും. എന്നിട്ട് വീണ്ടും സെയിം എയ്ഡ് കൊടുക്കും. എന്നിട്ട് കുതിര കറക്റ്റായിട്ട് എടുക്കണവരെ നമ്മൾ അതിനെ അത് ചെയ്യിച്ചുകൊണ്ടിരിക്കുക. അത് പിന്നെ പതുക്കെ ചെയ്ത് കുതിരയ്ക്ക് മനസ്സിലാവും. ഓട്ടോമാറ്റിക്കായിട്ട് കുതിരയ്ക്ക് സെറ്റാവും. ഇത് ഇപ്പോൾ ഇതിൽ കണ്ട വായൊക്കെ തുറന്ന് പിടിക്കണ്ട റെയിൻസ് വലിക്കുമ്പോൾ അതായത് ഇതിൻ്റെയാണ് എന്താ പറയുക സെറ്റാവാത്തതിൻ്റെയാണ്. സെറ്റായി കഴിഞ്ഞാൽ ഇത്രയും വായൊന്നും ഓപ്പൺ ആക്കില്ല കുതിര. പിന്നെ ഇത്രയ്ക്കും പ്രഷർ നമുക്ക് കൊടുക്കേണ്ടി വരില്ല. കുതിര തിരിക്കാനും പിടിക്കാനും കുറച്ച് പ്രഷറിലാണ് കുതിരയ്ക്ക് മനസ്സിലാവും, കുതിര തിരിയുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇന്നലെ ഈ ടേൺ ഇങ്ങനെ തിരിച്ച് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഷോർട്ട് വീഡിയോ ആണ് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്ക്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്. ഇപ്പോൾ ഇതിൽ കണ്ട കുതിര റോങ് ക്യാൻഡറിലാണ് പോകണം. റൈറ്റ് ക്യാൻഡർ പോകേണ്ടത് ലെഫ്റ്റ് ക്യാൻഡർ കുതിര പോകണം. അതുകൊണ്ടാണ് ഞാൻ അവിടെ ത്രോട്ടാക്കിയത്. ഇപ്പോൾ ഞാൻ അടുത്ത് പിടിപ്പിക്കുമ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ് ക്യാൻഡർ. ഇതിപ്പോൾ റൈറ്റ് ക്യാൻഡർ കുതിര പോകണത് കണ്ടില്ലേ. ആ രണ്ടിൻ്റെയും ചേഞ്ച് നോക്കിയാൽ മതി നിങ്ങൾ. ലെഗ് ചേഞ്ച് നോക്കി, ഫ്രണ്ട് കൈയുടെ ലെഗ് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും റൈറ്റ് ഏതാ ലെഫ്റ്റ് ക്യാൻഡർ ഏതാ റൈറ്റ് ക്യാൻഡർ ഏതാന്ന്. റൈറ്റ് ക്യാൻഡർ ചെയ്യുമ്പോൾ കുതിര റൈറ്റ് ലെഗ് വേണം ഫ്രണ്ടിലേക്ക് കയറ്റി വയ്ക്കാനായിട്ട്. ലെഫ്റ്റ് ക്യാൻഡർ ചെയ്യുമ്പോൾ കുതിര ലെഫ്റ്റ് ലെഗ് വേണം ഫ്രണ്ടിലേക്ക് കയറ്റി വയ്ക്കാനായിട്ട്. ഇതാണ് റൈറ്റിൻ്റെയും ലെഫ്റ്റിൻ്റെയും ക്യാൻഡറിൻ്റെ വ്യത്യാസം. അത് നിങ്ങൾ ആ രണ്ട് വീഡിയോ നിങ്ങൾ മാറി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ ലെഫ്റ്റ് ക്യാൻഡറിൽ റൈറ്റ് കാല കയറ്റി വയ്ക്കണം കുതിര. അത് റോങ് ആണ് കണ്ടാ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ത്രോട്ടാക്കിയിട്ട് വീണ്ടും ഇടിപ്പിക്കണം. അത് നമുക്ക് അത് ചെയ്ത് പഠിപ്പിക്കണം അതിനോട്ടോ. ഇതിപ്പോൾ കറക്റ്റാണ്. ഇതിപ്പോൾ ലെഫ്റ്റ് ക്യാൻഡറാണ് പോകണം കുതിര. ഫ്രണ്ട് കൈ നോക്കിയാൽ മതി. അത് നമ്മൾ എന്താ പറയുക സർക്കിളിലൊക്കെ റൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. സ്ട്രൈറ്റ് റൈഡ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഏത് കാലം വെച്ച് ഓടിയാലും വിഷയമില്ല, നമുക്ക് മാറ്റി ഇതാക്കാം. പക്ഷേ നമ്മൾ സർക്കിൾ ചെയ്യുമ്പോൾ എപ്പോഴും റൈറ്റ് സർക്കിൾ പോകുമ്പോൾ റൈറ്റ് ക്യാൻഡറും ലെഫ്റ്റ് സർക്കിൾ പോകുമ്പോൾ ലെഫ്റ്റ് ക്യാൻഡറാണ് കുതിര ഓടേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലായില്ലേ? കുതിര തെന്നാനുള്ള ഇപ്പോൾ ചെറിയൊരു തെന്നലൊക്കെ ഉള്ള നനവുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെന്നി പെട്ടെന്ന് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. റോങ് ക്യാൻഡറിലാണ് പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആകുമ്പോൾ കുതിര തെന്നിയാലും ഒന്ന് ബാലൻസ് ചെയ്യും കുതിര. അതേപോലെ നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ കംഫർട്ടിലും വ്യത്യാസം വരും.
മനസ്സിലായില്ലേ? അതായത് സെയിം സർക്കിളിൽ സെയിം ക്യാമറ പോകണമെങ്കിൽ നമുക്ക് ഇരിക്കാൻ കുറച്ചും കൂടെ ഈസിയാണ്. റോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഋതത്തിൽ വ്യത്യാസം വരും, സീറ്റിൽ നമുക്ക് കിട്ടുന്ന ഋതമില്ല അതിൽ വ്യത്യാസം വരും. ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ കുതിരയ്ക്ക് എന്താ പറയുക, എക്സസൈസ് കറക്റ്റായിട്ട് കിട്ടണത് അങ്ങനെ ചെയ്യുമ്പോഴാണ്. സെയിം സൈഡ് ഓടിക്കുമ്പോൾ സെയിം ക്യാൻഡർ, ഓപ്പോസിറ്റ് സൈഡ് ഓടിക്കുമ്പോൾ ഓപ്പോസിറ്റ് ക്യാൻഡർ ചെയ്യണം. റൈറ്റ് ക്യാൻഡർ, ലെഫ്റ്റ് ക്യാൻഡർ. അപ്പോഴാണ് അതിന് കറക്റ്റ് എക്സസൈസ് കിട്ടുള്ളൂ. ഇതിപ്പോൾ വീണ്ടും റോങ് എടുക്കണം. അപ്പോൾ നമ്മളത് എന്താ പറയുക, പ്രാക്ടീസ് ചെയ്ത് അതിനെ പക്കയാക്കണം. അവിടെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ് ശരിക്കും. അപ്പോൾ നമ്മൾ കുറേ നേരം ചെയ്യിച്ചിട്ടാണ് ആളെ, കുറേ നേരം മീൻസ് ഒരു 10-20 മിനിറ്റോളം ഇത് ട്രൈ ചെയ്തിട്ടാണ് ആളൊന്ന് സെറ്റായത് ക്യാൻഡർ എടുക്കാനായിട്ട്. റോങ് തന്നെ എടുത്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് സെറ്റാക്കി കുറച്ച് നേരം റൈഡ് ചെയ്തിട്ട് നമ്മൾ വിട്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവും അതാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് ഒരു സർക്കിൾ 2 സർക്കിൾ ഓടിച്ചിട്ട് നിർത്തുന്നു. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, എന്നെക്കൊണ്ട് അറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ബൈ.